ഇന്നെന്താ പരിപാടി എന്നല്ലേ പ്രത്യേകിച്ചൊന്നുമില്ലെന്നേ. ഞങ്ങള് ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ്. ബക്കറ്റും കൊണ്ട് എന്ത് ഷോപ്പിംഗ് എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? ഞങ്ങള് കുറച്ച് മീൻ വാങ്ങിക്കാൻ പോവാണ്. എന്താ മീൻ വാങ്ങിക്കുന്നത് ഷോപ്പിംഗ് അല്ലേ? ഞങ്ങള് ഇടയ്ക്കിടയ്ക്കിടെ വരാറുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോഴേ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോഴേ നമ്മൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, അടുക്കാൻ പറ്റത്തില്ല, അത്രയധികം തിരക്കായിരിക്കും. കേട്ടോ, എന്തോരം മീനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഈ കൊണ്ടിട്ടിരിക്കുന്ന മീനിനൊന്നും നമ്മൾ പുറത്തു കൊടുക്കുന്ന വില ഇവിടെ കൊടുക്കണ്ട കേട്ടോ. നല്ല ലാഭത്തിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന തിരക്ക് ഇവിടെ ഉള്ളതും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഏതാണ് ഈ സ്ഥലം എന്ന്? അത് പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വൈപ്പിനടുത്തുള്ള കാളമുക്ക് ഹാർബർ ആണ്. ഇവിടെ എല്ലാ മീനും നല്ല ഫ്രഷും ആണ്, അതുപോലെ തന്നെ നല്ല വിലക്കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തിരക്ക് ഇവിടെ ഉള്ളത്. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്ന സമയത്തെ ആദ്യം ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ ഞങ്ങൾ വരുംതോറും കടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാരുടെ എണ്ണം അതുപോലെ തന്നെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ഇവിടെ എത്രത്തോളം ഫ്രഷ് ആയിരിക്കും മീനൊക്കെ കിട്ടുന്നതെന്ന്. ഇന്ന സമയത്തിന് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാ കേട്ടോ. വന്നപ്പോൾ ഒരു ബക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകുന്ന സമയത്ത് ബക്കറ്റ് കൂടാതെ 2 കവർ കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മൾ ബക്കറ്റിനുള്ളിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ കുറച്ചധികം ഐസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന സമയത്തേക്കും ആ ഐസ് ഒക്കെ നല്ലപോലെ വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ, ഇവിടെ വന്ന് ഈ ബക്കറ്റ് തുറന്നു നോക്കിയ സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് നിരാശ തോന്നിട്ടോ. വേറൊന്നുമില്ല, കുറച്ചുകൂടി ഇതിൽ കൊള്ളുമായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. കാരണം ആ ഐസൊക്കെ വെള്ളമായി പോയായിരുന്നല്ലോ. അപ്പോഴേ നമുക്ക് നോക്കിയാലോ നമ്മൾ എന്തൊക്കെ മീനാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. പക്ഷെ ഇതിലൊക്കെ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ മീനൊക്കെ ഫ്രിഡ്ജിൽ കൊള്ളുമെന്ന് വേണം നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഞാൻ ശീലാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശീലാവ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല മുളകൊക്കെ പുരട്ടി പൊരിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ പാമുള്ളൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാമുള്ളൻ നമ്മളിവിടെ ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. പിന്നെ അതാണ് ചെമ്മീൻ ഉണ്ടല്ലോ, ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എന്ത് വെച്ച് ചെയ്താലും നല്ലതായിരിക്കും. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഈ ഒരു വിളമീൻ ഉണ്ടല്ലോ, കുട്ടി കുറച്ച് അധിക ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ഫുള്ള് മീൻ വാങ്ങിച്ച് അവർക്ക് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കണമെന്ന്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫുൾ ഒരു വിളമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കൂന്തൽ, നമ്മളുടെ ഇവിടെ കൂന്തൽ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിന് ഇവിടെ ചെമ്പലി എന്നാണ് പറയുന്നത്, ചിലടത്ത് ഇവിടെ ഉണ്ണിമീൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇതും എന്താണ് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് അയിലയാണ്. ഇതും വേണമെങ്കിൽ നമുക്ക് മുളകിടാം, അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കറി വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞങ്ങളിവിടെ കൂടുതലും ചെയ്യാറ് അയില നല്ല മുളകരച്ച് വെക്കാറാണ് കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞു മാന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ലപോലെ മുളകിട്ട് വെച്ചാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഒരു കക്കയിറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനെ കക്കയിറച്ചി എന്നാണ് പറയുന്നത്, ചിലർ ഇതിനെ മുരികയിറച്ചി എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കണമ്പുകൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കുഞ്ഞു ചാള, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.